ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്തെന്നറിയോ? ഞങ്ങളിങ്ങനെ 2 ഗാർഡൻ ബെഡ്സ് വാങ്ങിയിട്ടുണ്ട്. ദേ ഇത് ഒന്ന് ലൈൻ ചെയ്യാനാണ്. എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാ ഇത്. എന്നിട്ട് ഞങ്ങൾക്ക് റൈറ്റ് സൈഡിലെ ആ ബോർഡറില്ലേ അവിടെ വെച്ചിട്ട് കുറച്ച് ഹെർബ്സ് ഒക്കെ പണിയാനുള്ള പരിപാടി കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാൻ? എന്നിട്ട് ജോസുകുട്ടി അപ്പൊ ദേ ജോഫി പരിപാടി തുടങ്ങി. അതായത് സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കയ്യിൽ ആണിയില്ല, ഞങ്ങൾ വാങ്ങിയില്ല. എന്നാൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പറ്റുമെന്ന് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇരിക്കുന്നുണ്ടോ? യെസ്, ജോസു സക്സസ്ഫുൾ. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ലൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് മണ്ണും എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വെള്ളമൊക്കെ ഒഴിക്കാൻ തുടങ്ങുമ്പോൾ ഈ തടി ചീത്തയായി തുടങ്ങും. അപ്പോൾ ഇത് കുറേ കാലം നിൽക്കത്തില്ല. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലൈൻ ചെയ്യുന്നത്. ലൈൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്ത് കാർഡ്ബോർഡ് ഇട്ട് അതിൻ്റെ അകത്ത് ഗ്രാസ് ക്ലിപ്പിങ്സും മണ്ണും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് തടി കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും. നീയാണോ ജോസു അടുത്ത ആണി അടിച്ചു കയറ്റാൻ പോകുന്നത്? ലൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഗാർഡൻ ബെഡിൻ്റെ അകത്ത് നമ്മൾ കാർഡ്ബോർഡും ആ ലോൺ മോറിനകത്തിരിക്കുന്ന കുറച്ച് ഗ്രാസ് ക്ലിപ്പിങ്സും നമ്മുടെ സോയിലും കമ്പോസ്റ്റും വേറെ നമ്മൾ സൈഡിലത്തെ മണ്ണെടുത്തപ്പോൾ ഉള്ള മണ്ണും അങ്ങനെ കുറേ സാധനങ്ങൾ ചേർത്ത് ഇത് നിറയ്ക്കാൻ പോവാം. എന്നിട്ട് വേണം നമുക്ക് ഹെർബ് സീഡ്സ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ലൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യേണ്ടത് കാർഡ്ബോർഡ് ബോക്സസ് ആണ്. ഈ ലോഫിയുടെ ബിസിനസിന് ഭാഗമായിട്ട് കുറേ കാർഡ്ബോർഡ് ബോക്സസ് ഉണ്ട്. അപ്പോൾ ആദ്യം അതിലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. എന്നിട്ട് കാർഡ്ബോർഡ് നമുക്കിങ്ങനെ ആഡ് ചെയ്തിടാം. കാർഡ്ബോർഡ് സത്യം പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് തന്നെ അതിൻ്റെ അകത്തോട്ട് കമ്പോസ്റ്റ് ഒക്കെ ആയിട്ട് സോയിലിൻ്റെ കൂടെ അങ്ങ് ചേർന്നോളും. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്രാസ് ക്ലിപ്പിംഗ്സ് ആണ്. ഗ്രാസ് ക്ലിപ്പിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോൺ മോ ഒക്കെ ചെയ്ത് വെച്ചിട്ട് അതിൽ വന്നേക്കുന്ന ഗ്രാസ് ഇല്ലേ, അത് ഉണങ്ങിയതായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ അത് എന്തോ പ്രശ്നമാണെന്നാണ് ഇത് പറഞ്ഞത്. എന്തായാലും ഉണങ്ങിയ ഗ്രാസ് ക്ലിപ്പിംഗ്സ് ആഡ് ചെയ്യണം. ഇത് നമ്മൾ ഒരു മണ്ണിന്റെ ലെയർ. അപ്പം ഇത് നമ്മുടെ ടോപ്പ് സോയിലാണ്. അപ്പം ഞാനിപ്പോൾ ഓർത്തേക്കുന്നത് ടോപ്പ് സോയിലും കമ്പോസ്റ്റും കൂടെ കൂട്ടിച്ചേർത്ത് ഇടാമെന്നാണ് ആലോചിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് സീഡ് ചെയ്യും. നമ്മൾ അടുത്ത ഗാർഡൻ ബെഡും കൂടെ സെറ്റാക്കാൻ പോവാം കേട്ടോ. അങ്ങനെ നമ്മുടെ 2 ഗാർഡൻ ബെഡ്സും സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് സീഡ്സ് സോ ചെയ്യലാണ്. അതാണ്. അപ്പോൾ ഇനി ഓരോ സീഡിനും ആക്ച്വലി ഓരോ സ്വഭാവമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ പോട്ടെന്ന് പറഞ്ഞാൽ ഈ റോസ്മേരി തൈമും മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ബിക്കോസ് ഇത് വളർന്നു വരുമ്പം ഒത്തിരി വലുതാകും എന്നാണ് പറയുന്നത്. എന്നിട്ട് മറ്റേ സാലഡ്സിലൊക്കെ ഇടാൻ പറ്റുന്ന സ്പിനച്ച് അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതിലിടുന്നത്. പിന്നെ മിന്റ്, ഡിൽ, അങ്ങനത്തെ 3-4 സാധനങ്ങളുണ്ട്. ഇതിന് ഭയങ്കരമായിട്ട് റൂട്ട് സ്ട്രക്ചർ കൂടും. അപ്പോൾ ആ റൂട്ട് കൂടി വരുന്ന സാധനങ്ങൾ ഉള്ള സീഡ്സ് നമ്മൾ സെപ്പറേറ്റ് വേറെ ചട്ടികളിൽ വെക്കും. അപ്പോൾ അത് അതിനകത്ത് മുൻകൊണ്ടൊക്കെ നിന്നോളും, മറ്റു ചെടികളെ കൊല്ലത്തില്ല. അതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, അപ്പോൾ നമുക്ക് റോസ്മേരി തൈമും വെന്റിയം തപ്പ, മിന്റ്, സ്പിനച്ച്, ഗാർഡൻ സീഡ്സ്, തൈം കിട്ടി, പാസ്ലി, ബേസിൽ, ലെറ്റ്യൂസ്, ഷൈപ്സ് നല്ല ലാവൻഡർ കളർ, റോസ്മേരി, റോസ്റ്റഡ് കൊറിയാൻഡർ. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി സീഡ് ഇടുമ്പം ഞാൻ ആദ്യം സീഡ് നടാൻ പോകുന്നു. ഈ 2 സീഡ് ഇടുമ്പം ഏതാണ്ട് 1 മില്ലിമീറ്റർ 3 മില്ലിമീറ്റർ വീണ് മതി. അതായത് സീഡ് ഇട്ടിട്ട് അതിനോട് വെറുതെ ഒന്ന് വെതറിപ്പോയാൽ മതി ഇത്ര നമ്മുടെ കമ്പോസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ അകത്ത് മറ്റേ കുഞ്ഞു ഡബ്ബാസില്ല, അതിൻ്റെ അകത്തൊക്കെ ഇട്ട് ചെയ്ത് വെക്കണം. പക്ഷെ ഇതിപ്പോൾ ജൂൺ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള കാലാവസ്ഥ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ടൈമാണ്. ഇവർ ഓരോന്നും കുറച്ച് ഇത് എന്ത് ചെറുതാണ് ഇങ്ങനെയാണിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. തൽക്കാലം എനിക്ക് അത് തൊടാൻ പേടിയായിട്ടുണ്ട്. ഇനിയൊരു ഇത്രയും സ്പേസ് വിട്ടിട്ട് റോസ്മേരി നോക്കിയിടാം. അത് നീ വെച്ചു കൊടുക്കണം. സീഡ് കണ്ടു കേട്ടോ, കാണാം. റോസ്മേരി സീഡ് ഇത്രേ ഉള്ളോ? ചത്തു പോകുമെന്നറിയില്ല. ചത്തു പോയാൽ നമ്മൾ ഓൾറെഡി വളർന്ന ചെടി എടുത്ത് വെക്കും. അപ്പോൾ ഇത് സെറ്റായി. ഓക്കെ, പറയാലോ അടുത്തത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്.
എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജെമിനിയോട് ചോദിച്ചു ഇൻസ്ട്രക്ഷൻസ് ഫോണിൽ നോക്കി ചോദിച്ചു. ബെഡ് 1 നമ്മൾ സെറ്റായി ടൈം ക്രോസ്. ബെഡ് 2 പ്രസ് 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 അവിടെ പ്രസ് ഗാർഡൻ പ്രസ് ഇത്. അപ്പോൾ അത് നമുക്ക് വേണം. റോക്സ് വേണം. കൊറിയാണ്ടർ ഉണ്ട്. പാസ് ഫ്രണ്ട്സ് ഓക്കെ. അപ്പോൾ ഇത്ര നമ്മൾ ബാക്കി നമ്മൾ വേറെ ചട്ടി ഓരോ സീഡും എത്ര അളവിൽ ഇടണം എന്ന് വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നതിൻ്റെ സയൻസ് എന്ന് പറഞ്ഞാൽ ഓരോ സീഡിൻ്റെ വലിപ്പം എന്താണോ ഓരോന്നിൻ്റെ അതിൻ്റെ ഒരു 2 ഇരട്ടി താഴ്ചയിൽ ഇട്ടാൽ മതി എന്നുള്ളതാണ് സയൻസ്. ഇത് ഇടാൻ പോകുന്ന ലെറ്റ്യൂസ് ആട്ടോ. നമ്മൾ ഓർത്തോ ലെറ്റ്യൂസിൻ്റെ ഇതുണ്ടോ ഇങ്ങനെ എടുക്കും ലെറ്റ്യൂസ് സീഡ്സ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ശരിയാവുമോ? ശരിയാവുമായിരിക്കും. സാലഡ്സ് ഇടാൻ പറ്റും. നമ്മളിനി സാലഡൊക്കെ കഴിച്ചിട്ടുണ്ടോ ഹെൽത്തി ആയിട്ട് ജീവിതമുണ്ട്. കണ്ടോ സ്പിനച്ച് ഇത് കണ്ടോ, ഇതാണ് അവർ പറഞ്ഞത്. ഇതിനൊക്കെ നമ്മൾ കുറച്ചധികം മണ്ണിടും. അടുത്ത നമ്മൾ പാസ്ലി. ഇതാണ് കേട്ടോ മറ്റേ നല്ല രസമുള്ള ഉപ്പിള് പോലെ വരുന്നത്. ഓരോ കാണാൻ പോലുമില്ല. ബ്ലാക്ക് കളർ കൊറിയാണ്ടർ എന്ന് വെച്ചാൽ നമ്മൾ മല്ലി. ഇനി ജോഫിയുടെ കുക്കിങ്ങിന് നമ്മൾ മല്ലിയൊക്കെ എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്താണ്. പക്ഷേ ഒത്തിരി സ്പേസ് ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ സ്ഥലം ഇട്ടിടായിരുന്നു. ഇനി എന്ത് ചെയ്യും? ഇത് റോക്കറ്റ്. ഇത് ഞാൻ ഇങ്ങോട്ട് ഇടുവാണ്. എന്നിട്ട് നമുക്ക് മറ്റേൻ്റെ എന്താ ചെയ്യേണ്ടത് കാലം ഇതിങ്ങനെ എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ടേ നമ്മൾ ഇട്ട് വന്നപ്പോൾ കുറച്ച് സ്പേസ് ഇല്ല. കമത്തി അത് എന്തായിട്ടു നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങ് എടുത്തങ്ങ് കിട്ടും. ഇല്ലല്ലേ ഇതിങ്ങനെ നീക്കാം. എന്തൊക്കെ ചെയ്യണം. ഓക്കെ പീപ്പിൾ, നമ്മളിപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമ്മളിത് മണ്ണിട്ട് മൂടുന്നു. ഇനി ഇതാണ് പറയുന്നത് ഓരോ സീഡിൻ്റെ മണ്ണിട്ടതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ മുന്നിൽ വെറുതെ തൂവിയാൽ മതി. ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇതിന് ആസ് യു കൻ സീ കുറച്ച് വലിപ്പം കൂടിയ സീഡ്സ് ആയതുകൊണ്ട് കുറച്ചധികം മണ്ണ് അങ്ങനെ നമ്മൾ ഗാർഡൻ ബെഡ് റെഡിയായി. ഇനി ആ ബോർഡർ ശരിയാക്കണം.